എം സ്വരാജ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ എം സ്വരാജ്, താങ്കളുടെ ആരോപണങ്ങൾ തള്ളിയിരിക്കുന്ന ഹൈക്കോടതി, കെ ബാബുവിന് അനുകൂലമായ വിധി. എന്താണ് ഈ ഘട്ടത്തിലെ പ്രതികരണം? ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം, നഗ്നമായ ലംഘനമാണ് തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ചെയ്തത്, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത്, ബോർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന സമയത്ത് വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകിയിരുന്നു. നിയമപരമായി തന്നെ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതികൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ പരാതി കഴമ്പുള്ളതാണ് എന്ന് കണ്ടെത്തി UDFന്റെ പ്രചരണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ചുവരെഴുത്തുകൾ മായ്പിച്ചു, ബോർഡുകൾ നീക്കം ചെയ്തു. ഇതൊക്കെ അന്ന് നടന്നിട്ടുള്ള കാര്യമാണ്. അതിനെ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതി മുൻപാകെ ഈ പരാതി ഉന്നയിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ തെളിവുകളും ഉള്ളതാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശരിവെക്കുകയും ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് തരികയും ഞങ്ങളുടെ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രചരണ സാമഗ്രികളൊക്കെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ മറിച്ചാണ് വിധി വന്നിരിക്കുന്നത്. വിധി വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വിധിയെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ കക്ഷിയായ കേസാണല്ലോ. അപ്പോൾ വിധി എതിരായി വരുമ്പോൾ നമ്മൾ കോടതിയെക്കുറിച്ച് വിമർശിക്കുന്ന ഉചിതവുമല്ല. പക്ഷെ വിധി വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലിപ്പോ കേസിൽ ജയിച്ചോ തോറ്റോ എന്നതിനപ്പുറം ഈ വിധി സമൂഹത്തിന് വളരെ തെറ്റായ ഒരു സന്ദേശം നൽകും. ഈ ഘട്ടത്തിൽ അതാണ് പറയാൻ സാധിക്കുക. കാരണം ശ്രീ എം സ്വരാജ്, അപ്പോൾ നിലവിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്ന വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എങ്കിൽ കൂടിയും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അതുപോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് താങ്കൾ? 100%. ഈ വിധി നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന തെറ്റായ സന്ദേശം, ഓരോ പ്രദേശത്തെയും വിശ്വാസികളായ ജനങ്ങൾ അവർ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികൾ, സങ്കല്പങ്ങൾ, ആ ഈശ്വര സങ്കല്പങ്ങൾ, ആ ബിംബങ്ങൾ സ്ലിപ്പിൽ വരെ അച്ചടിച്ച് അത് വിതരണം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ ഈ വിധി സമൂഹത്തിൽ പകർന്നു നൽകും. അത് ജനാധിപത്യത്തെ വളരെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത്. വിധിയുടെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അപ്പീൽ ഉൾപ്പെടെയുള്ള തുടർ നിയമ നടപടികളെ കുറിച്ച് തീരുമാനിക്കും. അതായത് ഒരൊറ്റ കാര്യം കൂടി, അതായത് ഇതിന് അപ്പീലേറ്റ് കോടതിയിലേക്ക് പോകും എന്നാണ് താങ്കളുടെ തീരുമാനം? അത് ഞാൻ പറഞ്ഞതാണ്. ഈ വിധിയിൽ ഇപ്പൊ കേസിൽ നമ്മൾ ജയിച്ചോ തോറ്റോ എന്നതല്ല പ്രശ്നം. ഇത് ഇത്തരത്തിലുള്ള തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് സാധൂകരണം നൽകും. വിശ്വാസത്തെ, മതത്തെ, ദൈവത്തെ ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചാലും അത് സാധൂകരിക്കപ്പെടും എന്ന തെറ്റായ സന്ദേശം ഈ കോടതി വിധി നൽകും. ഇത് ഒരു ഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ട് നശിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ നിയമപോരാട്ടമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഇടപെടുകയും അത് ബോധ്യപ്പെടുകയും പിന്നീട് നിർദ്ദേശപ്രകാരം അത്തരം ചുരുളത്തിലടക്കം മാറ്റിയതുമാണ്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം കോടതിയിൽ ഉന്നയിച്ചിട്ടും തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് ചിന്തിക്കേണ്ടതല്ലേ ശ്രീ എം സ്വരാജ്? തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പൊ ഞാൻ അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നില്ല. ഇത് ഈ തെറ്റായ സന്ദേശം സമൂഹത്തിൽ നൽകാതിരിക്കാനും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഈ വിധി നിയമപരമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യത്തിനാണെന്ന് ഞാൻ കരുതുന്നു. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കും. ഈ വിധിക്ക് പിന്നാലെ ശ്രീ കെ ബാബു പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പോരാടി നേടിയ വിജയം മോശമാക്കി ചിത്രീകരിക്കാനാണ് LDF ശ്രമിച്ചത്. അത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് അദ്ദേഹം പറയുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വിധി അത് വലിയ ആശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിധി UDF ക്യാമ്പിന് അടക്കം വലിയ ആശ്വാസം നൽകുന്നു എന്നാണ് കെ ബാബുവിന്റെ പ്രതികരണം അല്പസമയം മുൻപ് നമുക്കുണ്ടായത്. അല്ല, അത് അദ്ദേഹം ഇപ്പൊ കേസ് ജയിച്ചു നിൽക്കുകയാണല്ലോ. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഞാനിപ്പോ അദ്ദേഹത്തിന് മറുപടി പറയാനൊന്നും മുതിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ട ഒരു കാര്യം വസ്തുതാപരമല്ല. അത് മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് കുറഞ്ഞു, അതിന്റെ പേരിൽ നടപടിയെടുത്ത് കുറഞ്ഞു. CPM വോട്ട് കുറയല്ല ചെയ്തത്. 2016 അപേക്ഷിച്ച് 2500-ലധികം വോട്ടുകൾ ഞങ്ങൾക്ക് കൂടുകയാണ് ചെയ്തത്. അത് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് അദ്ദേഹത്തിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഉൾക്കൊള്ളുന്ന ഒരു സ്ലിപ്പ് അച്ചടിച്ചിറക്കിയത് അങ്ങനെയെങ്കിൽ അത് എതിർ പാർട്ടിക്കാരായിരിക്കാം എന്നുകൂടി കെ ബാബു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ സമ്മതിക്കാൻ കഴിയില്ലല്ലോ. സമ്മതിച്ചു കഴിഞ്ഞാൽ കേസ് പോയില്ലേ. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോഴല്ല ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പരാതികൾ ഉന്നയിച്ചതും ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ മേൽ നടപടിയെടുത്തതും. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഇത് പോലീസിൽ തന്നെ പരാതി കൊടുത്തത്. ഈ സ്ലിപ്പിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പോലീസിൽ തന്നെ പരാതി കൊടുത്തത്. അല്ലാതെ ഇലക്ഷന് തോറ്റപ്പോൾ ഉന്നയിച്ച ഒരു ആരോപണമൊന്നും അല്ല ഇത്. അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയല്ല. ശരി, അപ്പോൾ എന്തായാലും മേൽക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് വിധി പഠിച്ച ശേഷം വക്കീലുമായി ചിന്തിക്കും അല്ലേ? അതെ, വക്കീലുമായി ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ശരി ശരി, നന്ദി ശ്രീ എം സ്വരാജ്. ഘട്ടത്തിൽ പ്രതികരിച്ചതിന് പരാതിക്കാരനായ എം സ്വരാജാണ് ഇപ്പോൾ 24-ൽ ടെലിഫോണിൽ പ്രതികരിച്ചത്. എന്താണ് വേണ്ടതെന്ന് വിധി പഠിച്ച ശേഷം അത് വക്കീലുമായി ആലോചിച്ച് തീരുമാനിക്കും. എന്തായാലും മേൽക്കോടതിയിലേക്ക് പോകുമെന്നാണ് പ്രാഥമികമായി അദ്ദേഹം നൽകിയ പ്രതികരണം. കെ ബാബു ഉയർത്തിയ വിമർശനങ്ങൾ അത് അതേ രീതിയിൽ തന്നെ തള്ളുകയാണ് എന്നും കൂടി ഇപ്പോൾ എം സ്വരാജ് പറയുകയായിരുന്നു. നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്, അത് വിധി വന്ന ശേഷം ഉണ്ടായതല്ല, അല്ലെങ്കിൽ വിജയം ഉണ്ടായ ശേഷം, തെരഞ്ഞെടുപ്പിലെ വിധി വന്ന ശേഷം വിധി അറിഞ്ഞ ശേഷം ഉണ്ടായതല്ല, നേരത്തെ ഉന്നയിച്ചതാണ്. പ്രചാരണ സമയത്ത് തന്നെ അത്തരം ആരോപണം ഉണ്ടായിരുന്നു. അത് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തതാണ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുഴുത്തൽ ഉൾപ്പെടെ മാറ്റിയതുമാണ്. പക്ഷേ കോടതിയിൽ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും തെറ്റായ സന്ദേശം നൽകുന്ന ഒരു വിധി എന്നുകൂടി പരാതിക്കാരനായ എം സ്വരാജ് ഘട്ടത്തിൽ പറയുന്നുമുണ്ട്. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ രണ്ടു കൂട്ടരുടെയും പ്രതികരണങ്ങൾ വന്നു. കെ ബാബുവിന്റെ പ്രതികരണമാണ് ആദ്യം വന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന് വിജയമാണ്, ഒപ്പം തന്റെ പേരിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് സ്ലിപ്പ് അടിച്ചത് ഒരുപക്ഷെ അത് എതിർ പാർട്ടിക്കാരായിരിക്കാം എന്നൊരു വാദം ഉയർത്തി. ഇപ്പോൾ എം സ്വരാജ് ടെലിഫോണിൽ വന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അദ്ദേഹം വേറെ എന്താണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുക എന്നത് മാത്രമാണ്. അപ്പോൾ കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു വിധി ഉണ്ടായപ്പോൾ അതിന്റെ ഫലം വന്നപ്പോൾ മാത്രം കൊടുത്തൊരു പരാതിയല്ല ഇത്. അതിന് മുമ്പേ തന്നെ പ്രചാരണ സമയത്ത് തന്നെ ഈ പരാതി ഉന്നയിക്കപ്പെട്ടതാണ് എന്നുകൂടി പറയുന്നുണ്ട് എം സ്വരാജ്. പ്രജിൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് എന്താണെന്നാൽ ഈ സംഭവം നടന്ന സമയത്തോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തോ LDFന് ഇങ്ങനെ ഒരു പരാതിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കെ ബാബു പ്രധാനമായും വാദിക്കുകയുണ്ടായത്. മാത്രമല്ല, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ താനല്ല ചെയ്തത്, താനോ തൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരോ അല്ല ചെയ്തത്. നേരെ മറിച്ച് എതിർ പാർട്ടിക്കാർ, അതായത് LDF ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് കെ ബാബു പ്രതികരിക്കുകയുണ്ടായിരുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാദവും അതുതന്നെയായിരുന്നു. അപ്പോൾ LDF ചൂണ്ടിക്കാണിച്ചത് ഈ കെ ബാബുവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തിരുന്നവർ കൊണ്ടു നടന്ന അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ട്. അതിൽ പ്രചരിച്ചിരുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ചില ചിത്രങ്ങളുമൊക്കെയാണ്. അത് കാണിച്ചാണ് അതിനെ നേരിടുകയുണ്ടായത്. പക്ഷേ അത് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ എം സ്വരാജിന് കഴിഞ്ഞില്ല. അതിനാലാണ് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ചിൽ നിന്നും ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എം സ്വരാജിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. അത് ഏത് തരത്തിൽ പറഞ്ഞാലും അപ്പീൽ പോവുക എന്നുള്ളതല്ലാതെ മറ്റു പോംവഴി ഇനി എന്തുകൊണ്ടാണ് ഇത് സുപ്രധാനമാകുന്നത് വെച്ചാൽ, ഇപ്പോൾ എം സ്വരാജ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിൽ സ്വരാജിന് അനുകൂലമായി കമ്മീഷൻ ഇടപെടുകയും ആ ഘട്ടത്തിൽ ഈ പ്രചാരണ സമയത്ത് ഉൾപ്പെടെ അത്തരം ചുവരെഴുത്തുകളും നോട്ടീസുകളും ഒക്കെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യുകയും ചെയ്തതാണ് കെ ബാബുവും ആ മുന്നണിയും എന്ന് എം സ്വരാജ് പറയുന്നു. അപ്പോൾ അതേ കാര്യങ്ങൾ കോടതിയിലേക്കും വന്നപ്പോൾ അത് കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വാദങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് അത് കോടതി മുഖവിലക്കെടുത്തില്ല? വിധിയുടെ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ശ്രീകാന്ത്, നിലവിലിപ്പോൾ കോടതി ഓപ്പൺ കോടതിയിൽ ഈ വിധിക്കുള്ളിലെ വിശദാംശങ്ങൾ പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. ഇത് ഡിസ്മിസ്ഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പരാതി നൽകി എന്നിപ്പോൾ എം സ്വരാജ് പറയുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ വാദം നടക്കുമ്പോൾ കോടതി മുൻപാകെ എം സ്വരാജും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അവതരിപ്പിച്ചിട്ടുണ്ടാകണം. പക്ഷേ അത് കോടതിക്ക് ഒരു തെളിവായി ഉൾക്കൊള്ളാൻ മാത്രം ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് അനുകൂലമായൊരു വിധി എം സ്വരാജിന് ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം ആരോപിച്ചിരുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ച് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പറയുന്നത്. മറ്റൊന്ന്, കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് പ്രചാരണത്തിനിടെ പറയുകയുണ്ടായി. ഒപ്പം മറ്റൊന്ന്, അയ്യപ്പൻ ഒരു വോട്ട് എന്ന രീതിയിൽ തൃപ്പൂണിത്തറയിൽ ആകമാനം ചുവരെഴുതി എന്നുള്ളതാണ് എം സ്വരാജ് പറഞ്ഞത്. വോട്ടർ സ്ലിപ്പ് അടക്കം നൽകിയപ്പോൾ അതിൽ പറഞ്ഞതും അയ്യപ്പൻ ഒരു വോട്ട് നൽകണം എന്നുള്ളതാണ്. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ് LDF ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ താൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ഇതെല്ലാം വ്യാജ നിർമ്മിതിയാണ്, ചുവരെഴുതിയത് തങ്ങളല്ല,
തങ്ങളല്ല ഇത്തരത്തിൽ മതം പറഞ്ഞു വോട്ട് പിടിച്ചത് എന്ന് വാദിക്കാനാണ് കെ ബാബു ശ്രമിക്കുകയുണ്ടായത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല കോടതിയിലെ ഒരു നടപടികളും എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി ഇതിൽ ഈ വിചാരണ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട്. പക്ഷേ സുപ്രീം കോടതി അത് തള്ളി. സുപ്രീം കോടതി ഹൈക്കോടതിയോട് പറഞ്ഞത് എത്രയും വേഗം വിചാരണ നടത്തി അതിൽ ഉത്തരവിടണം എന്നുള്ളതാണ്. പക്ഷേ ആ വാദം പൂർത്തിയായി ഉത്തരവ് വരുമ്പോൾ കെ ബാബുവിന്റെ മുഖത്ത് ചിരി പടരുന്നു. എം സ്വരാജിന് തിരിച്ചടി. കെ ബാബുവിന് MLA ആയി തുടരാം. അദ്ദേഹത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. നിയമ പോരാട്ടത്തിൽ കെ ബാബു വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കൂടിയുണ്ട്. ജനാധിപത്യം പ്രകാരമുള്ള ആ വിധി അംഗീകരിച്ചില്ല, ഇനി നിയമപ്രകാരമുള്ള വിധിയെങ്കിലും അംഗീകരിക്കണം എന്ന് കെ ബാബു പറയുകയും ചെയ്യുന്നു. എന്തായാലും എം സ്വരാജ് ഈ വിഷയത്തിൽ അപ്പീൽ പോകും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായും അപ്പീൽ പോകാനുള്ള എല്ലാ അവസരവും ഇനി അദ്ദേഹത്തിന് മുന്നിലുണ്ട്.